ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു 2-3 ദിവസം കേട്ടോ എടുത്ത് വെച്ചിട്ട് എൻ്റെ കൈക്ക് കുഴിനകം കുത്തി പണ്ടാറടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് വീഡിയോ എടുത്തെങ്കിലും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ഉപ്പുമാവും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കടലക്കറിക്കുള്ള കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു സവാള അരിഞ്ഞിട്ടിട്ട് ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ അത് വെന്ത് വന്നപ്പോഴേക്കും ഇറക്കി വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മുടെ ഉപ്പുമാവിന് വേണ്ട സാധനങ്ങളെല്ലാം കടുക് താളിച്ചതിന് ശേഷം സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില എല്ലാം അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പുമാവല്ലേ, കുറച്ച് വെളിച്ചെണ്ണ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചു കേട്ടോ. പിന്നെ കട്ടൻ കാപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് കുടിക്കുവാണ്. അപ്പോൾ ഇന്ന് കുഞ്ഞുവാവ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് എല്ലാ പണിയും തീർക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഉപ്പുമാവിന് സവാളയും പച്ചമുളകും അതെല്ലാം വഴണ്ടി വന്നപ്പോഴേക്കും അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് തിളക്കാനായിട്ട് വെച്ചിട്ടോ. പിന്നെ ഇത് എൻ്റെ പയറുവള്ളിയിൽ കുറച്ച് പയറുണ്ടായിട്ടുണ്ടായിരുന്നു. അതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഉപ്പുമാവിൽ വെള്ളം തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് റവ ഇട്ട് കൊടുത്ത് ഉപ്പുമാവ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചു. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ആ ചീനച്ചട്ടി കാലിയാക്കി എടുക്കുവാണ്. 2 പേർക്കേ ഉള്ളൂ, എനിക്ക് മോനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് വിളമ്പി വെച്ചതിന് ശേഷം ആ ചീനച്ചട്ടി ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. ആ ചീനച്ചട്ടി തന്നെ കടല റെഡിയാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ പാത്രങ്ങൾ തേച്ച് വെച്ച് കുറച്ച് വെള്ളം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രം എല്ലാം എടുത്ത് സ്റ്റാൻഡിലേക്ക് വെക്കുന്നുണ്ട്. കയ്യിൽ കുഴിനകം കുത്തിയിട്ട് ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. തമ്പിലാണ്. അപ്പോൾ വിരലിങ്ങനെ തൊടാതെ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. ഭയങ്കര വേദന ഉണ്ട് കേട്ടോ കൈക്ക്. അങ്ങനെ കടല താളിക്കാനായിട്ട് വെച്ചു. കടുകിട്ടതിന് ശേഷം കടുക് പൊട്ടി വന്നപ്പോഴേക്കും കുറച്ച് കടല ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അച്ചിങ്ങ ഞാൻ അരിഞ്ഞെടുക്കാൻ ഒരു 5-6 കിട്ടിയിട്ടുണ്ട് കേട്ടോ. കടല ഇട്ട് കൊടുത്തതിന് ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം മൂത്ത് വന്നപ്പോഴേക്കും വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടലയ്ക്ക് ഉപ്പ് ഞാൻ കടല വേവിക്കാൻ വെച്ചപ്പോൾ തന്നെ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ പയറെല്ലാം അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തെ കുഞ്ഞാവ് എണീറ്റ് വന്നിട്ടുണ്ട്. കുഞ്ഞാവ് ഹായ് പറഞ്ഞിട്ട് പറയാത്ത എന്താണെന്നറിയാമോ, ഞാൻ ബാക്ക് ക്യാമറയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് നോക്കിയിട്ടൊന്നും കാണുന്നില്ല, അതാണ് അവൾ പ്രതികരിക്കാത്തത്. അപ്പോൾ അതേ അച്ചിങ്ങ ഇത്ര ഉണ്ട് കേട്ടോ. കടല റെഡിയാക്കി ഇറക്കി വെച്ചതിന് ശേഷം അച്ചിങ്ങയും കൂടി താളിച്ചെടുക്കുവാണ്. അപ്പോൾ ഇതെല്ലാം ഉച്ചത്തേക്കും കൂടി എല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെയും കൊണ്ട് ഇരുന്നാൽ മതിയല്ലോ, അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ അച്ചിങ്ങ മെഴുക്ക് പറ്റിയും ആയിട്ടുണ്ട്. എന്തിട്ടില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഞാൻ മുറിയൊക്കെ ഒന്ന് അടിച്ച് വരാൻ പോവുകയാണ്. അപ്പോൾ കടല വേവിച്ച ആ കുക്കർ തന്നെ തേച്ച് കഴുകിയെടുത്തിട്ട് അതിൽ ചോറിനുള്ള വെള്ളം വെക്കാൻ പോവാണ് കേട്ടോ. കുക്കർ വേറെ 2-3 എണ്ണം ഉണ്ട്, എന്നാലും എനിക്ക് മടിയായിട്ടാണ് കേട്ടോ. മടിയെന്ന് വെച്ചാൽ കൈ വയ്യാത്ത തന്നെ എല്ലാം കൂടി നിരത്തിയിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ തേച്ചെടുക്കണ്ടേ. അങ്ങനെ കുക്കറിൽ അരിയിടാനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ട് മുറി അടിച്ച് വരാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിരുന്നുണ്ട്. ഉപ്പുമാവും കടലക്കറിയും അച്ഛനും എടുത്തിട്ട് റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇനി കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ മോന് ഉപ്പുമാവ് കൊടുക്കാൻ പോകുന്നു. പിന്നെ അടിച്ചു കയറിയിട്ടില്ല, റൂമൊന്നും അടിച്ചിട്ടില്ല, ചെടി നനക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പണിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്തിട്ടും പറ്റേ. അപ്പോഴേക്കും നമ്മുടെ അച്ഛന് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചേക്കും കേട്ടോ, വേവാനായിട്ട് ചെയ്തിട്ടില്ല. അപ്പോഴേക്കും ഞാൻ ഒന്നും മടിച്ച് കറ്റേ.
അടിച്ചു വാരലെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അച്ചിങ്ങ മെഴുക്കുവരട്ടി ഇവിടെ വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട് കേട്ടോ. അത് ഇറക്കി വെച്ചതിന് ശേഷം ചോറിനുള്ള വെള്ളം കുക്കർ എടുത്ത് സ്റ്റവിലേക്ക് വെച്ചു. അരി കഴുകിടാൻ പോവാണ് കേട്ടോ. അങ്ങനെ അരിയും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ അരി കഴുകിയിട്ട് കുക്കർ മൂടി വെച്ചതിന് ശേഷം ഉപ്പുമാവ് നേരത്തെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് കറിയും കൂടി വിളമ്പി എടുക്കുവാണേ. അപ്പോൾ ഇത് അച്ചിങ്ങ മെഴുക്കുവരട്ടിയും കടലക്കറി കുഞ്ഞാവും കൊണ്ട് മൂടി വെക്കട്ടെ. ഹായ് പറഞ്ഞേ. ഹായ്. എയർ വന്നിട്ടുണ്ട്, വെയിറ്റ് വെക്കട്ടെ. ഉപ്പുമാവും കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. കട്ടൻ കാപ്പി ഉണ്ട്, പിന്നെ അച്ചിങ്ങ മെഴുക്കുവരട്ടി ആയിട്ടുണ്ട്. പിന്നെ ഉച്ചത്തേക്ക് ഇത് കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇപ്പം ഉണ്ടാക്കിയ കടല കറിയുടെ ഗ്രേവിയൊക്കെ ഉപ്പുമാവിന് എടുത്തു. അപ്പോൾ അതൊന്ന് ഡ്രൈ ആക്കിയിട്ട് ഉച്ചത്തേക്ക് എടുക്കും. പിന്നെ കഞ്ഞിയാണ്. ഉച്ചത്തേക്ക് കഞ്ഞിയും കടലക്കറിയും. കടല ഒന്ന് റോസ്റ്റാക്കി എടുക്കും കേട്ടോ, അച്ചിങ്ങ മെഴുക്കുവരട്ടി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ചെടി നനക്കാനുണ്ട് ഉള്ളൂ. പിന്നെ ഇത് കുഞ്ഞാവിനെ പല്ലേൽപ്പിച്ചിട്ടില്ല, പല്ലേൽപ്പിക്കണം. എന്നിട്ട് ഞങ്ങൾ കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ വരുന്നത്. ബൈ. ഒരു 2 ദിവസം വരുമ്പോൾ ഓഫ് ചെയ്തിട്ട്